ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠമായ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള കവിതയാണ് കേട്ടോ. കവിതയും അതിൻ്റെ ആശയവും അതുപോലെ അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മലയാളത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പട്ടം പറത്താം. കുറച്ച് കുട്ടികൾ അവിടെ പട്ടം പറത്തി കളിക്കുന്ന ചിത്രം തന്നിട്ടുണ്ടല്ലേ, കണ്ടുവോ? നിങ്ങളിൽ എത്ര പേർ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട്? ഉണ്ടോ മക്കളെ? പട്ടം ഉണ്ടാക്കാൻ അറിയാമോ? അറിയാവുന്നവരറിയാമെന്ന് എഴുതാ. നമുക്കൊരെണ്ണം ഉണ്ടാക്കിയാലോ? ചെറിയ ഗ്രൂപ്പുകളാവാം. പട്ടം ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം? വർണ്ണക്കടലാസ് വേണം, ഈർക്കിള് വേണം, പശ വേണം, നൂല് വേണം അല്ലേ? വർണ്ണക്കടലാസിന് പകരം പത്രത്തിന്റെ പേജുകളും വെള്ളക്കടലാസും എല്ലാം ഉപയോഗിക്കാമല്ലോ. ക്ലാസ്സിൽ പട്ടം നിർമ്മിക്കാൻ തീരെ അറിയാത്ത കുട്ടികളുണ്ടാവും. അവരെ സഹായിച്ച് കൂടെ കൂട്ടണേ. അപ്പൊ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക? പട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുക. പട്ടം നിർമ്മിക്കൽ പൂർത്തിയായാൽ ടീച്ചറിന്റെ അനുവാദത്തോടു കൂടി മുറ്റത്തോ പറമ്പിലോ പട്ടം പറത്തി നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം. പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ. ഇനി നമുക്ക് പട്ടം പറപ്പിക്കട്ടെ എന്നൊരു കവിത ചൊല്ലാം. പട്ടം പറപ്പിക്കട്ടെ. പാരിടം ഒന്നായി കാണും നേട്ടം, പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം, താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റെ വരികരികിൽ, ഓരോ പടിയായി കയറുകന്റെ ചേതോഹരമാം വിചാരശില്പം, താടി നരച്ചൊരച്ഛനെപ്പോൾ താഴത്തേക്ക് ആകാശം നോക്കി നിൽപ്പൂ, പൊന്മകൻ ആശിസ്സു നേരുകയാം അമ്മയെപ്പോൾ അഴകാർന്ന ഭൂമി, സൂരകരങ്ങൾ തലോടി നിൽപ്പൂ പോരിക മേൽപോട്ടെന്നോതി മേഘം, പാരിടം ഒന്നായി തീരും നേട്ടം, പാറട്ടെ മീതെയൻ കൊച്ചുപട്ടം, കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്ന് മീതെ പറവയായി ചേർന്നു നിന്നു, ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കെയെന്നും, പാരിടം ഒന്നായി കാണും നേട്ടം, പാറട്ടെ മീതെയൻ കൊച്ചുപട്ടം, മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും, പാവന ചിന്താനഭസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം. പി കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ്. കവിതകൾ വാല്യം 1 എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1, ചൊല്ലി രസിക്കാം. 3-4 ഗ്രൂപ്പുകളായി കവിത ചൊല്ലൂ. ഏത് ഗ്രൂപ്പ് ചൊല്ലിയതാണ് ഏറ്റവും ഇഷ്ടമായത്, എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കുവയ്ക്കും. അപ്പൊ നിങ്ങളിത് ക്ലാസ്സിൽ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുക? പല ഈണത്തിലും താളത്തിലുമായിട്ട് കവിത ചൊല്ലി കേൾപ്പിക്കുക. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് ചൊല്ലിയതാണ് അല്ലെങ്കിൽ ആര് ചൊല്ലിയതാണ് ഇഷ്ടമായതെന്ന് പറയുക. അതിന് കാരണം എന്താണെന്നും പറയുക. ചിലപ്പോൾ അതിന്റെ താളമായിരിക്കാം, അല്ലെങ്കിൽ ചൊല്ലിയ ഈണമായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ വോയിസ് ആയിരിക്കാം, ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ഉച്ചാരണ രീതി ആയിരിക്കാം. അപ്പൊ എന്താണോ ഇഷ്ടമായത് ആ റീസൺ പറയുക കേട്ടോ. ചോദ്യം 2, കവിതയുടെ ഉള്ളറിയാം. കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി കവിത മൗനമായി വായിച്ച് തുടർന്ന് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളോടുള്ള പ്രതികരണം എഴുതൂ. നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആകാശത്തിന്റെ നോട്ടം എങ്ങനെയാണ്? താടി നരച്ച അച്ഛനെ പോലെയാണെന്ത്? ആകാശത്തിന്റെ നോട്ടം. ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? മകന് ആശീർവാദം നൽകുന്ന അമ്മയുടെ ഭംഗിയാണ് ഭൂമിക്കുള്ളത് എന്നാണ് കവി പറയുന്നത്. ചോദ്യം 3, മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ്? മേലോട്ട് പോരാനാണ് മേഘം പട്ടത്തോട് പറഞ്ഞത്. ചോദ്യം 4, പട്ടത്തിന് പറവ് പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ്? കാറ്റിന്റെ സഹായത്താലാണ്. ചോദ്യം 5, ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും? ലോകം മുഴുവനായി കാണാൻ കഴിയുന്നതാണ് പട്ടത്തിന്റെ നേട്ടം. ചോദ്യം 6, പാരിന്റെ കോലം കെട്ടതിന് അഥവാ ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം? മനുഷ്യരുടെ പലതരത്തിലുള്ള ഇടപെടലുകളാണ് കാരണം. ചോദ്യം 3, വിശകലനം ചെയ്യാം. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കെയെന്നും, മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും, പാവന ചിന്താ നഭസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം. ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ. ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിന്റെ കരൾ, കരളിന്റെ നൂൽ, മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നഭസ് അഥവാ നല്ല ചിന്തകളുടെ ആകാശം. പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ഈ കൊച്ചുപട്ടം മറ്റെന്തെങ്കിലുമാണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പൊ ഈ വരികളുടെ വിശകലന കുറിപ്പാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിലെ ഈ വരികൾ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച്
ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ഇതിനിടയിലും അവയെ ചേർത്ത് പിടിക്കുന്ന ഒരു നൂലുണ്ട്. ഈ നൂലിന്റെ ചലനമനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ലോകമാകുന്ന പട്ടം ചലിക്കുന്നത്. ഉയർന്നു പറക്കുമ്പോഴും വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പട്ടത്തിലുണ്ട്. ഇങ്ങനെ ഉയർന്നു പറക്കുന്ന പട്ടത്തെ അഥവാ ഏകലോകം എന്ന പട്ടത്തെ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകം ഒന്നാണെന്ന ബോധമാണ്. ഈ ബോധമാണ് പട്ടത്തെ അകലെ നിൽക്കുമ്പോഴും അടുപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം വഴക്കടിച്ചു കോലം കെടുത്തിയ ഭൂമിയിൽ നിന്ന് നല്ല ചിന്തകളുടെ ആകാശത്താണ് പട്ടം പറക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പട്ടം നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ല ചിന്തകൾ അതിലുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ലോകം ഒരു കിളിക്കൂട്. പാരിടം ഒന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ്? പാരിടം എന്ന് വെച്ചാൽ ഭൂമി. ഭൂമിയെ ഒന്നായി കാണാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയണം? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താമോ? പൂവിനും മുട്ടിനും കഥ പറയാനുണ്ട്, മരങ്ങൾക്ക് ഭാഷയുണ്ട്, കാറ്റിന് ഭാഷയുണ്ട്, ആകാശവും മേഘവും സംസാരിക്കുന്നുണ്ട്, മൃഗങ്ങൾക്കും കിളികൾക്കും കഥകൾ പറയാനുണ്ട്, ഇലകൾക്ക് കാറ്റിൽ പാട്ടുപാടാനുണ്ട്, കൈപ്പവള്ളിയും തെങ്ങും പ്ലാവുമെല്ലാം പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, സ്നേഹത്തിന്റെ ഭാഷ. ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഭാഷയാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഗാനങ്ങൾ, ചൊല്ലുകൾ, മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏതാനും സ്നേഹവചനങ്ങൾ തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. എഴുതിയത് കുമാരനാശാനാണ്. സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളും ഇല്ലാത്ത മരം പോലെയാണ്. ഖലീൽ ജിബ്രാൻ പറഞ്ഞതാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാർ രാമവർമ്മയുടെ വരികളാണ്. സ്നേഹമില്ലാത്തൊരു ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ്. ഗാന്ധിജി പറഞ്ഞ വചനമാണ്. നല്ല മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കുന്ന 2 ചിറകുകളാണ് മരണവും സ്നേഹവും. മൈക്കൽ ആഞ്ചലോ പറഞ്ഞതാണ്. വിശുദ്ധി എന്നത് സ്നേഹത്തിന്റെ നിഴലിൽ നിന്നും വരുന്നതത്രേ. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ് കേട്ടോ ഈ വാക്കുകള്. അപ്പൊ നിങ്ങൾക്ക് ഇതല്ലാതെ സ്നേഹത്തെക്കുറിച്ചുള്ള ഗാനങ്ങള്, സിനിമാ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഗുരുവചനം. ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത്. പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്? കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. എന്താ വരികളിൽ പറഞ്ഞിട്ടുള്ളത്? നരനും നരനും തമ്മിൽ സാഹോദര്യം ഉണ്ടാവണം. നരൻ എന്ന് വെച്ചാൽ മനുഷ്യരും മനുഷ്യരും തമ്മിൽ എന്തുണ്ടാവണം? സാഹോദര്യം ഉണ്ടാവണം. അതായത് നമ്മൾ മറ്റുള്ളവരെ സഹോദരങ്ങളായിട്ട് കാണണം. അതിന് തടസ്സമായിട്ടുള്ളതെല്ലാം എന്താവണം? ഇല്ലാതെയാകണം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ വിശകലനം ചെയ്തിട്ട് എന്താണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത് നോക്കാം. കടലോളം സ്നേഹം എന്ന തലക്കെട്ടിൽ നിന്ന് തന്നെ സ്നേഹത്തിന്റെ ആഴവും മഹത്വവും നമുക്ക് മനസ്സിലാവും. കടലിന്റെ ആഴവും പരപ്പും ഒരിക്കലും അളന്നു കുറിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ ആവണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാന്മാർ എല്ലാം തന്നെ ലോകത്തെ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടവർ. ലോകത്തെ മനുഷ്യരെല്ലാവരും ഒന്നു തന്നെയാണ്. അവിടെ മതത്തിന്റെയും ഭാഷയുടെയും നിറത്തിന്റെയും മതിലുകളില്ല എന്നാണ് ഓരോ മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹൃദം ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാവണം എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകുന്നത്. എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അത്തരമൊരു ലോകമാണ് ഗുരു സ്വപ്നം കാണുന്നത്. ആ സാഹോദര്യത്തിന് തടസ്സമുണ്ടാക്കുന്നതെല്ലാം ഇല്ലാതെയാക്കണമെന്നും ഗുരു പറയുന്നു. അഥവാ മനുഷ്യസ്നേഹത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാവണം. മനുഷ്യർ തമ്മിൽ മാത്രമല്ല, എല്ലാ ജീവികളോടും സ്നേഹവും കരുണയും ഉണ്ടാവണം. നമ്മുടെ സ്നേഹം കടൽ പോലെ വിശാലമാകണം. മതിലുകളും അതിരുകളും ഒന്നുമില്ലാത്ത സ്നേഹസാഗരം തീർക്കണം. കടലോളം സ്നേഹം എല്ലാവർക്കും നൽകണം. അതിനെല്ലാവരെയും സഹോദരങ്ങളായി കാണണം. സാഹോദര്യ ബന്ധം മനസ്സിലുണ്ടെങ്കിൽ ആർക്കും ആരെയും വെറുക്കാൻ സാധിക്കില്ല. സ്നേഹമാണ് ഭൂമിയെ നിലനിർത്തുന്നത്. സാഹോദര്യമാണ് ലോകത്തെ മനോഹരമായ പൂന്തോട്ടമാക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. സ്നേഹം തുളുമ്പുന്ന രചനകൾ. അമ്മ, കൂട്ടുകാർ, മരങ്ങൾ, പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ. ചിത്രവും വരയ്ക്കാം. രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്തിട്ട് മെച്ചപ്പെടുത്തണം. അവയെല്ലാം ചേർത്ത്
ഒരു സ്നേഹപ്പതിപ്പുണ്ടാക്കി പ്രകാശനം ചെയ്യൂ. പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയുമാവാം. അപ്പം നിങ്ങൾക്ക് സ്നേഹം തുളുമ്പുന്ന രചനകളും സൃഷ്ടികളൊക്കെ എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് രചനകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് മറ്റു കൂട്ടുകാർ എഴുതിയതാണ്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് നോക്കണേ. ആദ്യം അനിൽരാജ് പാലേരി എഴുതിയ സ്നേഹം എന്നുള്ള ഒരു കവിത നോക്കൂ. പിണങ്ങുമ്പോൾ ഇണങ്ങി ചേർന്നെത്തിയിടും, അകലുമ്പോൾ അടുത്തേക്ക് ഓടിയെത്തിയിടും, പരിഭവിക്കുമ്പോൾ കണ്ണീർ കണങ്ങളായെത്തിയിടും, വേദനിക്കുമ്പോൾ സാന്ത്വനമായെത്തിയിടും, കരയുമ്പോൾ തലോടലായെത്തിയിടും, മരണമെത്തുമ്പോൾ കൂട്ടിരുന്ന് യാത്രയാവാൻ കൊതിച്ചെത്തിയിടും, അളവുപാത്രങ്ങൾ നിറഞ്ഞു പതഞ്ഞൊഴുകുമീ സ്നേഹം. ഇനി മഞ്ജുഷ ഹരീഷ് കൂട്ടുകാരെ കുറിച്ച് എഴുതിയ കവിതയാണ്. കൂട്ടുകൂടാനായ എൻ്റെ കൂട് തേടി അണഞ്ഞൊരു കുഞ്ഞാറ്റക്കിളി, കാറ്റിനോട് കഥ മെനഞ്ഞും കടലിനോട് കളി പറഞ്ഞും, കാടായ കാടെല്ലാം മേടായ മേടെല്ലാം കണ്ണാരം പൊത്തി കളിച്ചും, കണ്ണിൽ കണ്ണിൽ കണ്ണാടി നോക്കി കൊക്കുരുമ്മി ചിറകുരുമ്മി കിലുകിലെ കൊഞ്ചി ചിലച്ചും, കിളിക്കൂട്ടിലെന്നെ കുളിരറിയിക്കാതെ കവിൾ ചേർത്തുറക്കിയും, കനിവിൻ്റെ കനിവാമെന്നെ കരളിൻ്റെ കരളായ കളിക്കൂട്ടുകാരൻ. അടുത്തതായിട്ട് മഞ്ജുഷ ഹരീഷ് അമ്മയെ കുറിച്ച് എഴുതിയ കുറച്ച് വരികളാണ്. ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോഴൊക്കെയും ഒപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു ഫോൺ കോൾ, മക്കളെ എന്ന ആ വിളിയിൽ അലിഞ്ഞില്ലാണ്ടായി പോകുന്നെൻ്റെ നോവുകൾ. ഇനി ഡോക്ടർ ഷിനു ശ്യാമളൻ മരം എന്നുള്ളൊരു കവിത എഴുതിയത് വായിക്കാം. മുളച്ചൊരു നാൾ ഞാൻ അറിഞ്ഞില്ലയൻ ബദ്ധശത്രു നീയാണെന്ന് മർത്യ, ബാല്യത്തിൽ തെളിനീർ നൽകി എന്നെ സ്നേഹിച്ചതെന്തിന്, കൗമാരത്തിലെൻ പൂക്കൾ നുള്ളി നീ എന്നെ നോവിച്ചു, യൗവനമാകെ പുക ശ്വസിച്ചു, ശ്വാസകോശം പാതി നിറഞ്ഞു, മലിനജലത്തിൽ നീരാടിയൻ കാലടികൾ ദുർബലമായി, ഊഞ്ഞാൽ വലിഞ്ഞു മുറുകിയൻ കരങ്ങൾ ചോര പൊടിഞ്ഞു, പാപിയാം എന്നോട് നിൻ കനിവ് ഒന്നുണരൂ, ഞാനെന്ന പാഴ്ജന്മം പിഴുതു നീ വലിച്ചെറിയൂ, ശാപമോക്ഷമേകൂ മോക്ഷമേകൂ, ഞാൻ അറിഞ്ഞില്ലയൻ ബദ്ധശത്രു നീയാണെന്ന് മർത്യ. അടുത്തതായി ജോൺ നീല് പട്ടത്തെക്കുറിച്ച് എഴുതിയതാണ്. പട്ടം പറക്കുന്നത് എപ്പോഴും കാറ്റിനെതിരെയാണ്, കാറ്റിനോടൊപ്പമല്ല. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരാളും ഉയർന്നു വന്നതായി കണ്ടിട്ടില്ല. അപ്പം മക്കളെ, ഇതൊക്കെ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കവിതകൾ എടുത്ത് തന്നതാണ്. ഏകദേശം ഇതുപോലെ, അതായത് ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം എഴുതാൻ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. കവിതയും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.